ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്മീൻ നല്ല വലിപ്പമുള്ള ചെമ്മീൻ ആർക്കെങ്കിലും വേണോ? എങ്കിൽ ഇന്ന് കടപ്പുറത്ത് പോയപ്പം കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് അധികം ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉഷാമ്മ ഇത് വൃത്തിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ എടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ശരിയായത്. ഇത് നുള്ളി പകുതിയായിട്ടോ, കഴിയാനായിട്ടുണ്ട്. ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. നുള്ളിക്കഴിയുമ്പോൾ അറിയാലോ, ഇത്രയും ഉണ്ടാവുള്ളൂ. വലുതാട്ടോ. ചെമ്മീൻ ബിരിയാണി വേണ്ട, ഇഷ്ടമല്ലേ? കറി വെക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി ഉണ്ട്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത പണി നോക്കാം. മസാലയ്ക്ക് ആവശ്യമായ സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരാൾ സാരിയെ കൊടുത്ത് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കുക വേണ്ട കേട്ടോ. ജ്യൂസല്ല, പച്ചമുളകും വെളുത്തുള്ളിയല്ല. ജ്യൂസ് വേണം എനിക്ക് കുടിക്കാൻ വേണ്ടി. ജ്യൂസ് ആകുന്നുണ്ട് അമ്മമ്മ. ക്രഷ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡേഞ്ചറാട്ടാ, കൈ മുറിയാൻ വേറെ എവിടെയും പോണ്ട. സൂക്ഷിക്കണം അത് ഉപയോഗിക്കുമ്പോൾ. എന്ത് പൊടിച്ചെന്ന് കാര്യം പറയുന്നത്? നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സവോള അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ മസാല വെക്കുമ്പം വേഗം വാടി കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ആക്കാവേ. അതിൻ്റെ ഇടയിൽ കൂടി ചെമ്മീൻ ഫ്രൈ ആക്കാനുള്ള ഓവൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാവട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗറുമുറിയായി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അങ്ങനെ കറുമുറു ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി അല്പം നേരം നമുക്ക് ആമിയുടെ ഒരു പാട്ട് കേൾക്കാവേ. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് മസാല ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. വയറ്റിട്ട് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വേഗം വാടി കിട്ടും കേട്ടോ. ചെമ്മീൻ ഒരു സൈഡ് വന്നിട്ടുണ്ട്, തിരിച്ചിടാം കേട്ടോ. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയും മുളകും കൂടി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വയറ്റി കിട്ടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനി അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇനി അടച്ചു വെച്ച് വേവിക്കാം. ചെമ്മീൻ ഏകദേശമായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട്. ചെമ്മീൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഐറ്റംസൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർക്കാം. ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാലയും ചില്ലി, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഉപ്പ് പാകം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് കുറവാട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇടുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഒന്നുകൂടി നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു മണം വരണം. എന്നാലേ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അതിൻ്റെ അകത്ത് ഒരു ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി ഒരു തിളച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 തിള ഇളക്കട്ടെ. കുറച്ച് ചാറിന് വേണ്ടിയിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തിളയും കൂടി തിളച്ചോട്ടെ. ഇനി 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടുത്തത് നെയ്ച്ചോറിൻ്റെ പണിയാണേ. എത്ര ഗ്ലാസ് എടുക്കുന്നത്? 2 കപ്പ്. 2 കപ്പ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ കപ്പിന് നമ്മുടെ ഈ ചെറിയ കപ്പിന് 2 കപ്പ് അരി എടുക്കുന്നത്. കാരണം നമ്മൾ 3-4 പേരേ ഉള്ളേ. അപ്പം അതുകൊണ്ട് ഒരു നേരം കഴിക്കാൻ ഇത് ധാരാളമാണ്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കഴുകുക. ഇതിൻ്റെ വെള്ളം തെളിയുന്ന വരെ നല്ല വൃത്തിയിൽ കഴുകുക. ചെമ്മീൻ മസാല റെഡിയായി. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അരിയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി നല്ലതുപോലെ ഒരു 5-6 പ്രാവശ്യം കഴുകി ഒരു അരിപ്പത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിതിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. നെയ്ച്ചോറിലേക്ക് വേണ്ട സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്കയും. ഇതിലേക്ക് 4 കപ്പ് വെള്ളം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. 1 കപ്പിന് 2 കപ്പാണ് നമ്മൾ എടുക്കുക. നേരത്തെ നമ്മൾ 2 ഗ്ലാസ് അരിയല്ലേ എടുത്തത്. അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇടുക. എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യ് അതിലേക്ക്. ഇതൊക്കെ തിളച്ചതിന് ശേഷം ഇനി അരി ഇടാം കേട്ടോ. ഇതിലേക്ക് അരി ഇടുക. തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇടുക. ഏകദേശം ചോറ് വെന്തിട്ടുണ്ടോ ഒന്ന് ഇളക്കി അടക്കട്ടെ. കുറച്ചുകൂടി വവാനുണ്ട്. ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട്.
ഇനി മസാലയും ചെമ്മീനും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കണം. നല്ല മണവും നല്ലൊരു രുചിയും കിട്ടും. രണ്ട് മിനിറ്റ് അടച്ചു വെക്കും. ചെമ്മീൻ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ദമ്മ് പൊട്ടിക്കാം. കുറേശ്ശെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത 2-3 പീസും ഒരു പപ്പടവും സലാഡൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെമ്മീൻ ബിരിയാണി കഴിച്ചാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.